എല്ലാവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. പിതാവിൻ്റെ ചരമം, അതിന് കാരണമായി തീർന്ന സഹോദര വിയോഗം, കൈകേയിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ചെവി പൊത്തി ദുഃഖം കൊണ്ട് എരിപൊരി കൊള്ളുന്ന ഭരതൻ സ്വപ്നയില്ലാതെ വീണു കഴിഞ്ഞു. ബോധം വന്നപ്പോൾ ഹാ ശ്രീരാമചന്ദ്ര പ്രഭോ, എൻ്റെ നാഥ എന്നിങ്ങനെ ഒട്ടുനേരം വിലപിച്ചു. ഹേ ദുഷ്ടയായ സ്ത്രീ, ഞാൻ ഹതനായി, അയോധ്യാധിപൻ ഹതനായി, ലോകം തന്നെ നശിച്ചു കഴിഞ്ഞു. ഇത്തരത്തിൽ ഭയങ്കര ശിക്ഷ ഏൽപ്പിക്കുവാൻ എന്തൊരു തെറ്റ് ആർ ചെയ്തു? എന്ത് കാര്യം സിദ്ധിച്ചു? ശ്രീരാമദേവനെ കാട്ടിലേക്ക് അയക്കുകയും പിതാവിനെ നിഗ്രഹിക്കുകയും ചെയ്തൊരു രാക്ഷസ സ്ത്രീയുടെ ഉദരത്തിൽ 10 മാസം കിടന്ന ഞാൻ ലോകത്തിൻ്റെ മുമ്പിൽ നിന്ദിരിയിൽ നിന്ദ്യനായി. കഴുത്തിൽ കയറിട്ട് തൂങ്ങി, അല്ലെങ്കിൽ ഉഗ്രവിഷം കുടിച്ച് വെള്ളത്തിലോ അഗ്നിയിലോ പതിച്ച് ഈ ജീവിതം ഞാൻ അവസാനിപ്പിക്കും. ഇത്രമാത്രം ദുഷ്ടത മൂർത്തീകരിച്ച നിന്നെ ഞാൻ നിഗ്രഹിക്കും, അല്ലെങ്കിൽ ഞാൻ സ്വയം മരിക്കും. ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അനുജൻ ഭരതൻ മാതൃഹന്താവാണെന്ന പേർ കിട്ടുന്നത് അഗ്രജനെ അവമാനിക്കലാണ്. ഇങ്ങനെ പരുഷവാക്കുകൾ പറഞ്ഞ ഭരതനോട് മൃദുവായി കൈകേയി, ഉണ്ണി, ദഹിപ്പിക്കുന്നത് പോലെ ഉഗ്രകോപത്തോടെ എന്നെ നോക്കുവാനും കഠിന വാക്കുകൾ പറയുവാനും എന്തൊന്നാണ് ഞാൻ ചെയ്തത്? ഈ മഹാരാജ്യത്തിൻ്റെ അതിനാഥൻ എന്ന സ്ഥാനം നിനക്ക് സിദ്ധിക്കുവാൻ വേണ്ടിയാണ് രാമനെ പറഞ്ഞയച്ചത്. നിന്റെ സഹോദരന്മാർ വേർപെട്ടുപോയ ദുഃഖം സഹിക്കാൻ സാധിക്കാതെ അച്ഛൻ മരിച്ചു. എന്തിനാണ് അതുമിതും പറഞ്ഞ് ഇങ്ങനെ വിലപിക്കുന്നത്? സമാഗതമായ ഭാഗ്യത്തെ സ്വാഗതം ചെയ്ത് ഐശ്വര്യഭ്രയിഷ്ടമായ രാജ്യത്തെ യഥാർഹം പരിപാലിക്കൂ. ഭ്രാതാക്കന്മാരുടെ വനാഗമനവും പിതൃചരമവും വീണ്ടും കേട്ട ഭരതൻ ദുഃഖം കൊണ്ട് തളർന്ന് ഉഗ്രസ്വരത്തിൽ, കഷ്ടം, എന്നെ അതം പതിപ്പിച്ച് അഴലാഴിയുടെ നടുവിൽ താഴ്ത്തി കഴിഞ്ഞു. എനിക്കാണോ രാജ്യം? അച്ഛനും തത്തുല്യനായ ജ്യേഷ്ഠനും എന്നെ ഉപേക്ഷിച്ചു. ദുഃഖത്തിൽ ദുഃഖം കൊണ്ട് അടിച്ചു, പുണ്ണിൽ തീക്കൊള്ളി വെച്ചു. വലിയ തിരുമേനിയാൻ മഹാരാജാവിനെ വധിച്ചു. എൻ്റെ സഹോദരൻ ശ്രീരാമഭദ്രന് മുനിവേഷം നൽകി ഈ പവിത്ര വംശത്തെ അടിയോടെ നശിപ്പിക്കുവാൻ വന്ന കാളരാത്രിയാണ് നീ. കഷ്ടം, എൻ്റെ അച്ഛൻ വഞ്ചിതനായി പോയല്ലോ. അറിയാതെ അഗ്നിയെ ആലിംഗനം ചെയ്തുവല്ലോ. എൻ്റെ പിതാവിനെ നിഷ്കരണം വധിച്ച നിന്നെ കാണുന്നത് തന്നെ മഹാപാപമാണ്. അത്യാഗ്രഹം കൊണ്ട്, സ്വാർത്ഥ ബുദ്ധി കൊണ്ട് ഈ വംശത്തിൻ്റെ സുഖം നശിപ്പിച്ചു. മഹാപാപിയായ നിന്നോട് കൂടി ചേർന്നപ്പോൾ സത്യസന്ധനും യശസ് സമ്പാദിച്ചവനുമായ ദശരഥ മഹാരാജാവ് എൻ്റെ അച്ഛൻ ദുഃഖാഗ്നിയിൽ പതിച്ചു കഴിഞ്ഞു. നീറി പിടഞ്ഞു ദഹിച്ചു. ധാർമ്മികോത്തംസമായ വലിയ തിരുമേനിയെ നശിപ്പിച്ചത് എന്തിനാണ്? രാമചന്ദ്രനെ കാട്ടിലേക്ക് പറഞ്ഞയച്ചത് എന്തിനാണ്? പുത്രശോകാപ്തിയിൽ കര കാണാതെ മുങ്ങിപ്പൊങ്ങുന്ന കൗസല്യാദേവിയോടും സുമിത്രാദേവിയോടും എൻ്റെ അമ്മ എന്ന പേരിലുള്ള എന്നെ ഒന്നിച്ച് എങ്ങനെ ജീവിക്കും? സ്വന്തം അമ്മയേക്കാൾ അധികം ശുശ്രൂഷിച്ചിരുന്ന അഗ്രജൻ ജ്യേഷ്ഠ സഹോദരിയെപ്പോലെ സ്നേഹം നിന്നിൽ ചൊരിയുന്ന കൗസല്യാദേവി ലോകത്തിലുള്ള സർവ്വദുഷ്ടതകളും ഒന്നിച്ചു ചേർന്ന് രൂപമെടുത്ത നീ സന്തോഷിക്കുന്നുവല്ലോ. മഹാപ്രഭുവായ ജ്യേഷ്ഠനെ കാട്ടിലേക്ക് അയച്ചിട്ടും വ്യസനം തോന്നുന്നില്ലല്ലോ. ഏതൊരാളുടെ ദർശനം കൊണ്ട് തന്നെ പുണ്യം സിദ്ധിക്കുമോ? ശൂരനായ ആ യശസ്വിയെ മരത്തോലുടിപ്പിച്ച് നാട്ടിൽ നിന്നയച്ച നിനക്ക് എന്തൊന്നാണ് കിട്ടിയത്? അത്യാഗ്രഹം കൊണ്ട് കണ്ണു കാണാത്ത അമ്മയ്ക്ക് അഗ്രജനിലുള്ള എൻ്റെ മനസ്ഥിതി എന്താണെന്ന് അറിയാൻ സാധിച്ചില്ലാലോ. ഈ ലോകത്തിൽ തന്നെ വലിയൊരാപത്താണ് വരുത്തി വച്ചിരിക്കുന്നത്. വ്യാക്രതുല്യരായ ശ്രീരാമചന്ദ്രനും കുമാരലക്ഷ്മണനുമില്ലാതെ ഈ നാട് ഭരിക്കാൻ എന്തൊരു ശക്തിയാണ് എന്നിൽ കാണുന്നത്? അതുല്യ ബലവാനാണ് അച്ഛൻ, എന്നിട്ട് പോലും മഹാമേരു പർവ്വതം വനത്തെ എന്ന പോലെ എൻ്റെ ഏട്ടൻ്റെ ശക്തിയെ ആശ്രയിച്ചാണ് രാജ്യം ഭരിച്ചിരുന്നത്. വൻ കാളകൾ വഹിച്ചിരുന്ന ഭാരിച്ച ചുമട് ഒരു പശുക്കുട്ടി എങ്ങനെ ചുമക്കും? ഈ അചിന്ത്യ ഭാരം താങ്ങുവാനുള്ള കെൽപ്പ് എനിക്കെവിടെ? അഥവാ യോഗബുദ്ധി ബലങ്ങൾ അഗ്രജൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഉണ്ടായേക്കാമെങ്കിലും നിന്റെ ഈ ആഗ്രഹത്തെ ഞാൻ ഒരിക്കലും നിറവേറ്റുകയില്ല. എൻ്റെ ജ്യേഷ്ഠന് മാതൃതുല്യമായ ഭക്തി നിന്നിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ യാതൊരു സംശയവുമില്ലാതെ, ദാക്ഷിണ്യ ലേശവുമില്ലാതെ ഞാൻ ഉപേക്ഷിക്കുമായിരുന്നു. നമ്മുടെ പൂർവികന്മാർ എല്ലാവരും നിന്ദിക്കുന്ന ഇത്തരമൊരു ചിന്ത എങ്ങനെയുണ്ടായി? സച്ചരിതത്തിൽ നിന്ന് നീ പാതാളത്തിലേക്ക് പതിച്ചു കഴിഞ്ഞു. ഇക്ഷ്വാകു വംശത്തിലെ ധർമ്മം ജ്യേഷ്ഠൻ രാജാവാവുക എന്നതാണ്. അനുജന്മാർ അനുഗമിക്കുകയുള്ളൂ. നിഷ്ഠൂരയായ നീ രാജധർമ്മത്തെ നോക്കില്ലായിരിക്കും. അഥവാ അനശ്വരമായ രാജധർമ്മത്തെപ്പറ്റി ഇത്തരത്തിലുള്ളവർക്ക് എന്തറിയാനാണ്? അല്ലെങ്കിൽ സ്വാർത്ഥത്തിൻ്റെ മുമ്പിൽ സത്യം എവിടെ? രാജധർമ്മം എവിടെ? സീമന്തപുത്രനാണ് രാജാവാകാൻ അവകാശം. ഇക്ഷ്വാകു വംശത്തിൽ പ്രത്യേകിച്ചും ധർമ്മപാലകരും വംശദീപങ്ങളുമായ ആ മഹാത്മാക്കളുടെ നിയമം എൻ്റെ മുന്നിൽ എത്തിയപ്പോൾ ഭയപ്പെട്ട് പിന്മാറി. കേകയ വംശ പാരമ്പര്യത്തിലും സത്വൃത്തരായ നരേന്ദ്രന്മാർ ഇന്നുവരെയും ചെയ്തത് ഈ നിലയിൽ തന്നെയാണ്. എല്ലാ ജനങ്ങളും ഒരുപോലെ നിന്ദിക്കുന്ന ഇത്തരം മോഹം എങ്ങനെയുണ്ടായി? പാപകർമ്മത്തിൽ അചഞ്ചല മനസ്സോട് കൂടിയവളെ, ഒരു കാര്യം തീർച്ചയായി കരുതിക്കോളൂ.
ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ ഒരിക്കലും നിറവേറ്റുകയില്ല. എൻ്റെ പ്രാണനെ അവസാനിപ്പിക്കത്തക്ക ആപത്താണ് വരുത്തി വെച്ചിട്ടുള്ളത്. ഇതാ ഞാൻ പോവുകയായി. സ്നേഹസ്വരൂപിയാണ് ജ്യേഷ്ഠനെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കൂ. അവിടുത്തെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവരും. അമേയ തേജോനിധിയായ അഗ്രജനെ അയോധ്യയിലെ അരജനായി വാഴിക്കും. ആ ദയാമൂർത്തിയുടെ ദാസന്റെ ദാസനായി ഈ ഭരതൻ നിൽക്കും. ഒരിക്കലും ഉദ്ദേശിക്കാത്ത ഇത്തരം വാക്കുകൾ മഹാത്മാവായ ഭരതനിൽ നിന്ന് വന്നപ്പോൾ കൈകേയി വേദനിച്ചു. ദുഃഖത്തെ അടക്കുവാൻ കഴിയാതെ തേങ്ങി തേങ്ങി വിലപിച്ചു. മന്ദരപർവ്വതത്തിലെ ഗുഹയിൽ കിടന്ന് സിംഹം കരയുന്നത് പോലെ ഭരതകുമാരന്റെ വിലാപം ആ കൊട്ടാരത്തിൽ ആകെ അലയടിച്ചു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.